അപ്സര ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്, ലാലേട്ടൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഇനി പുറത്തിറങ്ങിയിട്ടേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഞാൻ പുറത്തായത് എന്നുള്ള കാര്യം. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് അപ്സര പറയുന്നുണ്ട്. ഞാൻ അവിടെ എല്ലാം മിസ് ചെയ്യും, എല്ലാവരും പാവങ്ങളാണ്, എനിക്ക് അവിടെ എല്ലാവരെയും ഇഷ്ടമാണ് എന്ന് അപ്സര പറയുന്നുണ്ട്. അപ്സരയുടെ ആ ഒരു BTR പ്ലേ ചെയ്ത് കാണിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ കണ്ടിരുന്നു പോയി കേട്ടോ. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമോഷൻസും മെമ്മറീസും ഒക്കെ ആ ഒരു കുഞ്ഞു വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റിയ അപ്സരയുടെ ഒരു ജേണി എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. പക്ഷെ വീണ്ടും എന്തുകൊണ്ട് അപ്സര പുറത്തായി എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം, ലളിതമായി പറഞ്ഞാൽ വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് അപ്സരയുടെ ഗെയിം താഴേക്ക് പോയത്. അപ്രതീക്ഷിതമായി വന്ന എല്ലാവരും പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടാകാം, അല്ലെങ്കിൽ വൈൽഡ് കാർഡുകളുടെ ഗെയിം ആയിരുന്നിരിക്കാം അപ്സരയെ പുകഴ്ത്തി പറഞ്ഞ് കൂടെ നിർത്തി ഗെയിമിൽ നിന്ന് അപ്സരയുടെ ഫോക്കസ് മാറ്റിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഗെയിം കാണും. എന്തായാലും എല്ലാവരും അപ്സരയാണ് മികച്ചതെന്ന് പറഞ്ഞു, എല്ലാവരുമായി അപ്സര കൂട്ടുകൂടി. പതിയെ 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 അപ്സരയുടെ ആ ഒരു ഗെയിമിലുള്ള ഫോക്കസ് നഷ്ടമായി. അപ്സര അപ്പോഴും പല കോണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ആ BTR പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് രസകരമായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ശരിക്കും ബിഗ് ബോസ് വീടിനകത്ത് പാറിപ്പറന്ന് നടന്നിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അപ്സര. പക്ഷേ ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം, അങ്ങനെ ഒരു ഇമ്പാക്റ്റ് തുടക്കത്തിൽ ഉണ്ടാക്കിയതുപോലെ അപ്സരയ്ക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. തുടക്കത്തിൽ നമുക്കൊക്കെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്സര. ഞാനൊക്കെ ആ സമയത്തിട്ട വീഡിയോകളിൽ ടോപ്പ് 1 പറഞ്ഞിരുന്ന ആളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ 2-3 ആഴ്ചകളിൽ ഏറ്റവും മികച്ച പ്ലെയർ എന്നുള്ള ഇതിൽ നമ്മൾ ടോപ്പ് 1, 2, 3 ഒക്കെ ആയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് അപ്സര. ടോപ്പ് 5 ഉണ്ടാകുമെന്ന് തുടക്കത്തിൽ പ്രതീക്ഷിച്ച ആളാണ്. പക്ഷെ പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ അപ്സരയുടെ ഗെയിം വളരെ വീക്കായി. ഒരു ചെറിയ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി, ഒരു ഗ്രൂപ്പിനകത്ത് പെട്ടുപോയി, ചില കൂട്ടുകളിൽ പെട്ടുപോയി, പിന്നെ ഓവർ കോൺഫിഡൻസ് വന്നുപോയി. അത് പ്രകടമാണ്. ഇന്നത്തെ അപ്സരയുടെ ആ ഒരു മറുപടിയിൽ തന്നെ നമുക്കറിയാം, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് കൂടെയുള്ള മറ്റു മത്സരാർത്ഥികളും വൈൽഡ് കാർഡുകളും ഒക്കെ അപ്സരയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകളിലും അപ്സര എപ്പോഴും ലാലേട്ടൻ്റെ അടുത്തു നിന്നാണെങ്കിൽ കൂടി ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ കോൺഫിഡൻസ് ലെവൽ വളരെ മുകളിലായിരുന്നു. ആ ഓവർ കോൺഫിഡൻസും അപ്സരയുടെ ഗെയിമിൻ്റെ ഫോക്കസ് നഷ്ടമാവുന്നതിന് ഒരു കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ.